പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ്. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻജിയുടെ സർക്കാർ അവരുടെ അവസാനത്തെ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു. അത് മുമ്പോട്ട് വെച്ചു. അതിനെക്കുറിച്ച് ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ നാടിന്റെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നത് ഇന്ന് 10 കൊല്ലം പിണറായി വിജയൻജിന്റെ സർക്കാരിന്റെ ടേം കഴിയുമ്പോൾ ഇന്ന് ബാധിക്കുന്ന കാര്യങ്ങൾ എന്താണ്? രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ, രാജ്യത്തിന്റെ ഏറ്റവും ഭീകരമായ വിലക്കയറ്റം, തൊഴിലുണ്ടെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്തൊരു സ്ഥിതി, പെൻഷനർ ആണെങ്കിൽ 4-5-6 മാസമായി പെൻഷൻ കിട്ടാത്ത സ്ഥിതി, ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തൊരു സ്ഥിതി, ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയിലും നിങ്ങൾ എല്ലാവർക്കും കാണുന്ന സ്ഥിതി. ഇത് 10 കൊല്ലം എല്ലാം ശരിയാവും എന്ന് വാഗ്ദാനം കൊടുത്ത് ഭരിച്ച പിണറായി വിജയൻജിയുടെ അവസാനത്തെ ബഡ്ജറ്റിൽ ഇതിനെക്കുറിച്ച് ഒന്നും അദ്ദേഹമോ അദ്ദേഹത്തിന്റെ ധനകാര്യമന്ത്രി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു, ആരും മറന്നിട്ടില്ല എന്ന് എനിക്കൊരു നല്ല വിശ്വാസമുണ്ട്. ഇതുപോലെ തന്നെ 2004 മുതൽ 2014 ഭരിച്ച കോൺഗ്രസ് പാർട്ടി, UPA, CPMന്റെ പിന്തുണ കൊണ്ട് ഭരിച്ച കോൺഗ്രസ് പാർട്ടി അവരുടെ അവസാനത്തെ ബഡ്ജറ്റിൽ വാഗ്ദാനങ്ങൾ മാത്രം 10 കൊല്ലം കോൺഗ്രസ് ഭരിച്ച ഇന്ത്യയെ ഏറ്റവും ദുർബലമായ ഒരു ഇക്കോണമിയാക്കി മാറ്റിയ സാഹചര്യത്തിൽ അവരുടെ ബഡ്ജറ്റിൽ അവർക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പക്ഷെ കുറെ എല്ലാം വാഗ്ദാനങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ 10 കൊല്ലം ഭരിച്ച CPM സർക്കാർ അതേ സ്ഥിതി, ഒരു ദുർബലമായ സ്ഥിതിയിൽ കേരളത്തിന്റെ ഇക്കോണമിയെ കൊണ്ടുവച്ച് ഇന്ന് കുറെല്ലാം വാഗ്ദാനം കൊടുക്കുന്നു. അത് എന്തുകൊണ്ട് 10 കൊല്ലത്തിലൊന്നും ചെയ്തില്ല എന്ന് ചോദിക്കണം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, കൃത്യമായി പറയാനുള്ളത്, ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചോദിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. ഈ 2026 പെൻഷൻ പ്രഖ്യാപിക്കുന്നു. ഇതുപോലെ തന്നെയായിരുന്നു കോൺഗ്രസ് 2014. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പാർലമെന്റ് ആയിരുന്നല്ലോ. നരേന്ദ്രമോദിജി 1 റാങ്ക് 1 പെൻഷനെ കുറിച്ച്, നമ്മളുടെ സൈനികർക്ക് വേണ്ടി 1 റാങ്ക് 1 പെൻഷനെ കുറിച്ച് നരേന്ദ്രമോദി അന്ന് ഗുജറാത്തിന്റെ CM ആയിരുന്നു. BJP അധികാരത്തിൽ വന്ന് അത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ 2014 ബഡ്ജറ്റിൽ കോൺഗ്രസ് വേഗം ഞങ്ങളും ചെയ്യും 10 കൊല്ലമായിട്ടൊന്നും ചെയ്യാത്ത കോൺഗ്രസ് ഞങ്ങളും ചെയ്യും എന്ന് പറഞ്ഞ് 50 കോടി എന്തോ ബഡ്ജറ്റിൽ അതിന് പ്രാവധാനം പ്രഖ്യാപിച്ചു. അത് മറ്റൊരു കാര്യമാണ്. 1 റാങ്ക് 1 പെൻഷന് 50 കോടിയല്ല, 500 കോടിയല്ല, 25,000 കോടിയാണ് നരേന്ദ്രമോദിജിയുടെ സർക്കാർ കൊടുത്തത്. അത് മറ്റൊരു കാര്യം. പക്ഷേ ഈ രണ്ട് CPMലും കോൺഗ്രസിലും അവരുടെ ഇക്കണോമിക് മാനേജ്മെന്റിലും ഒരു വ്യത്യാസമില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല, ഈ ബഡ്ജറ്റ് പരിശോധിച്ച് പഠിച്ചാൽ 10 കൊല്ലം അവരുടെ ഭരണത്തിന്റെ ഫലങ്ങളെല്ലാം നമ്മൾ പഠിച്ചാൽ, ആലോചിച്ച് പഠിച്ചാൽ, കോൺഗ്രസ് 10 കൊല്ലം ഇന്ത്യയിൽ ചെയ്തത് CPM കേരളത്തിന് ചെയ്തു.
ഞാനൊരു 4-5 സ്ലൈഡ് ഇടാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് നമ്മുടെ നാടിന്റെ സ്ഥിതി. 92% 100 രൂപ ഈ സ്റ്റേറ്റ് റവന്യൂ ആയിട്ട് കിട്ടുമ്പോൾ 92 രൂപ കടം, പലിശ, പെൻഷൻസിന് പോകുന്നു. 8% മാത്രമാണ് വികസനത്തിന് വേണ്ടി ഈ സ്റ്റേറ്റിൽ. ഇതാണ് സ്ഥിതി, നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി, സംസ്ഥാനത്തിന്റെ സ്ഥിതി. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഇന്നും പറയുന്നു. ഇതൊരു ഇക്കോണമിയല്ല, ഇതൊരു പോൺജി സ്കീമാണ്. ഒരു സ്ഥലത്ത് കാശ് ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്തുനിന്ന് എടുക്കുക. അതല്ലേ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ നടന്ന ഒരു ഉദാഹരണമായിട്ട് പറയാം. SC/ST ഫണ്ടിൽ നിന്നെടുത്ത് മറ്റൊരു കാര്യത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഉപയോഗിക്കുന്നു. അപ്പോ ഇത് ഒരു ഒഫീഷ്യലായിട്ട് ഇപ്പോ ഈ ബഡ്ജറ്റിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, BJP NDAക്ക് പറയാനുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് 2014 പോലെ ഇന്ത്യന്റെ ബഡ്ജറ്റ്, ഇന്ത്യന്റെ ഇക്കോണമി തകർത്തി വെച്ച കോൺഗ്രസ്, അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 10 കൊല്ലം എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് നാടിന്റെ ഇക്കോണമി തകർന്നു വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈ ബഡ്ജറ്റിൽ തൊഴിലിനെ കുറിച്ച് ഒരു വാക്കില്ല, വിലക്കയറ്റത്തിനെ കുറിച്ച് ഒരു വാക്കില്ല, അടിസ്ഥാന സൌകര്യങ്ങളെ കുറിച്ച് വാഗ്ദാനം മാത്രം, ആരോഗ്യ മേഖലയെയും വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് ഒന്നും പറയാനില്ല. നെക്സ്റ്റ് സ്ലൈഡ്. ഇതാണ് സ്ഥിതി. ഇതിനെക്കുറിച്ച് സർക്കാരിന് പറയാൻ, ഇത് ഡബിൾ ആയിട്ടില്ല, ഇതൊരു അച്ചീവ്മെന്റ് ആണ്. 5 ലക്ഷം കോടി കടം 3.5 കോടി ജനങ്ങളുടെ തലയിലൊരു കെട്ടിവെച്ചിരിക്കുന്ന സ്ഥിതിയാണ്. പെർ ക്യാപിറ്റ അത് എന്താണെന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഇത് എങ്ങനെയാണ് റീപേ ചെയ്യാൻ പോകുന്നത്? ആരാണ് റീപേ ചെയ്യാൻ പോകുന്നത്? ഇത് പുതിയ തലമുറ, വരുന്ന പുതിയ ജനറേഷൻ. ഈ കടം അവരെ ബാധിക്കാൻ പോവല്ലേ? ഈ കടത്തിന്റെ ഫലം എന്താണ്? നാളെയോ മറ്റന്നാളോ വരുന്ന കൊല്ലത്തിൽ ഈ കടം കൊടുക്കാൻ ഇന്നിപ്പോ 92% ഈ സംസ്ഥാനത്തിന്റെ റവന്യൂ, ഞാൻ പറഞ്ഞ പോലെ കടവും പലിശയും പെൻഷൻസിനാണ് പോകുന്നത്. ഇനി വരാൻ പോകുന്ന കാലത്ത് അത് എന്താ 100% ആവുമോ? അപ്പൊ വികസനത്തിന് വേണ്ടി കാശുണ്ടാവില്ലേ? ഇതാണോ ഇവരുടെ കാഴ്ചപ്പാട്? ഇത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇത് ചോദിക്കണം, ഇതിനെക്കുറിച്ച് ആലോചിക്കണം. 92% ഇന്ന് നമ്മൾ ഓരോരോ രൂപ റവന്യൂ കിട്ടുന്ന 100 രൂപയിൽ 92 രൂപയാണ് പലിശയ്ക്കും കടത്തിനു വേണ്ടി, പെൻഷൻസിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പൊ പുതിയ തലമുറയ്ക്കോ നാടിന്റെ വികസനത്തിന് വേണ്ടി എവിടുന്ന് കാശ് കിട്ടും? ഇനിയും കടം വാങ്ങിച്ചിട്ടോ? ഇതാണ് ഒഫീഷ്യലി ഒരു ഡെറ്റ് ട്രാപ്പ്. നെക്സ്റ്റ്. പിന്നെ ഇതിപ്പോ ഇലക്ഷന്റെ 60 ദിവസം മുമ്പേ ഒരു ബഡ്ജറ്റ് അല്ലേ, അപ്പൊ എന്തെങ്കിലും പറയണ്ടേ? വേറൊന്നും പറയാനില്ല. തൊഴിലിനെ കുറിച്ച് പറയാനില്ല, വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയാനില്ല, ആരോഗ്യ മേഖലയെ കുറിച്ച് പറയാനില്ല, വിലക്കയറ്റത്തെ കുറിച്ചും പറയാനില്ല. അപ്പൊ എന്താ പറയേണ്ടത്? സെൻട്രൽ ഗവൺമെന്റ് കാശ് തന്നിട്ടില്ല. ഇത് ആരെ വിഡ്ഢിയാക്കുന്നത്? ഇതല്ലേ സത്യം? 460% ഇൻക്രീസ്. നെക്സ്റ്റ്. ടാക്സ് ഡിവോൾവ് ആവുന്നില്ല. ഇത് മറ്റൊരു ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ. എന്താണ് സത്യം? 10 കൊല്ലം കോൺഗ്രസ്, CPMന്റെ പിന്തുണ കൊണ്ട് കോൺഗ്രസ് ഭരിക്കുമ്പോൾ 46,000 കോടിയായിരുന്നു ഡെവല്യൂഷൻ. 1,50,140 കോടിയാണ് കഴിഞ്ഞ 10 കൊല്ലം നരേന്ദ്രമോദിന്റെ സർക്കാർ ഡിവോൾവ് ചെയ്ത ഫണ്ട്സ്. 10 കൊല്ലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 22 ലക്ഷം കോടി ചെലവാക്കിയിട്ടുണ്ട്. 22 lakh crores.
അത് എങ്ങോട്ട് പോയി, എവിടെ പോയി, എന്ത് ചെയ്തു, എന്തുകൊണ്ടാണ് ഇന്നും ഹോസ്പിറ്റൽസിൽ പേഷ്യൻസ് മരിക്കുന്നത്, എന്തുകൊണ്ട് കുടിവെള്ളം കോൺട്രാക്ടേഴ്സിന് കാശ് കിട്ടുന്നില്ല, എന്തുകൊണ്ട് പെൻഷൻ കിട്ടുന്നവർക്ക് 6-5 മാസം കഴിഞ്ഞിട്ടാണ് പെൻഷൻ കിട്ടുന്നത്, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം സമയത്ത് കിട്ടുന്നില്ല. അപ്പൊ 22 ലക്ഷം കോടി എങ്ങോട്ട് പോയി, എവിടെ പോയി, എന്ത്? ഇത് ഒരു ഇക്കണോമിക് മിസ്മാനേജ്മെന്റ്. അടുത്തത്, ഈ 10 കൊല്ലം കഴിഞ്ഞ് എത്രയോ കൊല്ലം ക്ഷേമ പദ്ധതികളെല്ലാം 5-6 മാസം കഴിഞ്ഞ് കിട്ടുന്ന സ്ഥിതി, ഇതെല്ലാം ജനങ്ങൾ മറക്കും. എന്നിട്ടാണ് ഇലക്ഷന്റെ 60 ദിവസം മുമ്പ് പറയുന്നത് എല്ലാവർക്കും പെൻഷൻ സമയത്ത് കിട്ടുന്നു. അവരുടെ മാനിഫെസ്റ്റോ പറഞ്ഞതായിരുന്നേ, 2016 മാനിഫെസ്റ്റോ, 21 മാനിഫെസ്റ്റോ 2500 മാസം പെൻഷനാണ്. ഇപ്പൊ അവർ പറയുന്നത് പെൻഷൻ ഒരു റൈറ്റ് അല്ല, അവകാശമല്ല. നെക്സ്റ്റ്, ഒരൊറ്റ സംസ്ഥാനമുള്ളൂ കേരളത്തിൽ, ഇന്ത്യയിൽ PM ആവാസ് യോജന, പാവങ്ങൾക്ക് വീടുണ്ടാക്കുന്ന പ്രോഗ്രാമിൽ വീടുണ്ടാക്കാത്തത്, ആ പദ്ധതി നടപ്പിലാക്കാത്ത ഒറ്റ സർക്കാരുള്ളൂ ഇന്ത്യയിൽ. അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ. 3 ലക്ഷം ജനങ്ങൾക്ക് വീട് കിട്ടുന്നതായിരുന്നു, കിട്ടിയില്ല. ഇതിനെക്കുറിച്ച് ബഡ്ജറ്റിൽ ഒരു വാക്കില്ല. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, PM ആയുഷ്മാൻ 70 വയസ്സിന് മേലെ പാവങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കാത്ത ഒരു സർക്കാരാണ് പിണറായി വിജയൻജിന്റെ സർക്കാർ. അതിനെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞില്ല ബഡ്ജറ്റ്. കുടിവെള്ളം, 32 ലക്ഷം വീട്ടുകൾ ഇന്നും കുടിവെള്ളമില്ല. 10 വർഷം കഴിഞ്ഞു. 6000 കോടിന്റെ ഇന്നും പൈപ്പ് കോൺട്രാക്ടേഴ്സ്, കുടിവെള്ളം കോൺട്രാക്ടേഴ്സിന് കാശ് കൊടുത്തിട്ടില്ല. ഇന്നും രാജ്യത്തിൽ ഒരു ബോട്ടം ഹാഫിലാണ് കേരളത്തിന്റെ കുടിവെള്ള കവറേജ്. 55.54% ആണ് കുടിവെള്ളം കവറേജ്. ജൽജീവൻ മിഷന്റെ പ്രോഗ്രാം, ഞാൻ മന്ത്രിയായിരുന്നു ജൽജീവൻ മിഷന്റെ, അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായി അറിയാം. പിന്നെ ഇതിനെക്കുറിച്ചും ബഡ്ജറ്റ് ഒഴിവാക്കില്ല. റബ്ബർ സപ്പോർട്ട് പ്രൈസ്, ആരായിരുന്നു മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് 250 രൂപ ബഡ്ജറ്റ് സപ്പോർട്ട് പ്രൈസ്, മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്നു? എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ CPM ഇന്ന് എന്താ കൊടുക്കുന്നത്? 200 രൂപ. ഇതിനെക്കുറിച്ചൊരു വാക്കില്ല. KSRTC നോക്കി. KSRT ജീവനക്കാർ, എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, 2 കൊല്ലമായിട്ട് ഞാൻ അവരുടെ പരാതിയും അവരുടെ കംപ്ലൈൻസ് എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. 5-6 മാസം കഴിഞ്ഞ് ശമ്പളം. ഇതാണ്, ഇതിനെക്കുറിച്ച് ഒരു വാക്കില്ല ബഡ്ജറ്റിൽ. ഇതെന്താണ് ഇതിന്റെ ഒരു മെസ്സേജ്? കുട്ടികൾക്ക് ലൈഫ് ഇൻഷുറൻസ്, അത് എന്തുകൊണ്ട്? അപ്പൊ ശിവൻകുട്ടി ജി, നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, 75% സ്കൂള് സുരക്ഷിതമല്ല എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ലൈഫ് ഇൻഷുറൻസ് കൊടുക്കാനാണോ ഇത്? എന്തുകൊണ്ട് സ്കൂളിനെ നന്നാക്കുന്നില്ല? 75% സ്കൂൾ, ഞാനല്ല പറഞ്ഞത്, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ് അസംബ്ലിയിൽ പറഞ്ഞത്. 75% ഗവൺമെന്റ് സ്കൂൾ സുരക്ഷിതമല്ല, അൺസേഫ് ആണെന്ന്. അതുകൊണ്ടാണോ ലൈഫ് ഇൻഷുറൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നത്? ഞാൻ ചോദിക്കുന്നു, അത് ക്ലാരിഫൈ ചെയ്യട്ടെ. നെക്സ്റ്റ്, മൻരേഗ, ഇത് എന്തിനാണ് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഒരു ശ്രമം? 10 കൊല്ലം ഭരിച്ചു, നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്ന് പറയൂ. ഇത് എല്ലാ സ്ലൈഡിലും 10 കൊല്ലം ഭരിച്ച CPM എന്ത് ചെയ്തു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഓരോരോ കാര്യങ്ങളിൽ നുണ പറയാ, സെൻട്രൽ ഗവൺമെന്റിനെ കുറിച്ച് ഒരു പ്രചരണം നടത്തുക,
ആ വഴിയാണോ നിങ്ങൾ വോട്ട് നേടാൻ പോകുന്നത്? എന്താണ് മൻരേഗന്റെ സത്യം? മൻരേഗ ഒരു ശരിക്കൊരു ബെനിഫിഷ്യറിക്ക് മൻരേഗ VB രാംജി ഗുണം ചെയ്യുന്നു. കൂടുതൽ ദിനങ്ങൾ, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവർക്ക് ഡയറക്റ്റ് ആയിട്ട് കാശ് അവരുടെ അക്കൗണ്ടിൽ കിട്ടും. ഇങ്ങനത്തെ ഫ്രോഡ് നടക്കില്ല. കേരളത്തിൽ നടന്ന ഫ്രോഡ്, മൻരേഗന്റെ പേരിൽ നടന്ന ഫ്രോഡ് നിങ്ങൾ എല്ലാവർക്കും അറിയാം. ആയിരക്കോടിക്കണക്കിലാണ് ഫ്രോഡ് നടത്തിയിരിക്കുന്നത്. JCB കൊണ്ട് പണി ചെയ്യുക, എന്നിട്ട് ജനങ്ങളുടെ പേരിൽ കാശെടുക്കുക. അത് റിഫോം ചെയ്യുമ്പോൾ, അത് നിർത്തുമ്പോൾ, അതിനു വേണ്ടി ഒരു പുതിയ പദ്ധതി കൊണ്ടുവരുമ്പോൾ അതൊരു പ്രചരണമായിട്ട് മൻരേഗ ഞങ്ങൾ ബാധിക്കുന്നു, ഞങ്ങൾ അത് നിർത്താൻ നോക്കുന്നു. നെക്സ്റ്റ്, ശബരി റെയിലിന് കാശില്ല, NH-66 ലാൻഡ് അക്വിസിഷന് കാശില്ല, എയിംസ് ലാൻഡ് അക്വിസിഷന് കാശില്ല. പക്ഷെ നേറ്റിവിറ്റി കാർഡ്സിന് കാശുണ്ട് ബോർഡിൽ, ബഡ്ജറ്റിൽ. ഇന്നൊരു പേപ്പറിൽ ഒരു ആർട്ടിക്കിളാണ്, ഇന്ന് നിങ്ങളെല്ലാവരും വായിക്കണം. ഈ CAA, SIR ഇതിനെല്ലാം ഒപ്പോസ് ചെയ്യുന്ന പാർട്ടിയാണ് CPM കോൺഗ്രസ്, രണ്ടുപേരും. നേറ്റിവിറ്റി കാർഡ് കൊടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്, അതിന് കാശുണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്ന ഇല്ലീഗൽ ഇമിഗ്രേഷനും ഫേക്ക് ആധാർ കാർഡ് വഴി വോട്ടർ ലിസ്റ്റിൽ കയറുന്നതും ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. അവസാനം എനിക്ക് പറയാനുള്ളത്, ഇക്കോണമിനെ കുറിച്ച് എനിക്ക് കുറച്ച് അറിയാം, അതുകൊണ്ട് ഞാൻ പറയാണ്. ഒരു ഡെറ്റ് ട്രാപ്പിലാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇക്കോണമി. ഫിസ്ക്കൽ FRBM, പാർലമെന്റ് പാസാക്കിയ FRBM ആക്ട് ബ്രീച്ച് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം. ഈ 34% ഡെറ്റ് GSDPനെ 34% ഓഫ് GSDP ആയി. ഞാൻ പറഞ്ഞ പോലെ ഇന്നിപ്പോ കടം വാങ്ങിച്ചിട്ടാണ് പലിശ കൊടുക്കുന്നത്, കടം വീട്ടിൽ കൊടുക്കുന്നത്. ഈ സ്ഥിതി 10 കൊല്ലം മുമ്പേ ഉണ്ടായിരുന്നില്ല. 10 കൊല്ലം എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത പിണറായി വിജയൻജിയാണ് ഇത് ചെയ്ത് ഈ സ്ഥിതിയിൽ നമ്മളെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇന്നും വെൽഫെയറിന്റെ പേരിൽ എത്രയോ വാഗ്ദാനം കൊടുക്കുന്ന CPM-ഉം കോൺഗ്രസ് പാർട്ടിയും ഇതിനെക്കുറിച്ച് ഒരു ഉത്തരം തരണം. കോൺഗ്രസിന്റെ പേര് ഞാൻ എടുക്കാൻ എന്താണ് ഞാൻ എടുക്കുന്നത്? പ്രതിപക്ഷ പാർട്ടിയിൽ 10 കൊല്ലമായിട്ട് ഇരുന്ന കോൺഗ്രസ് പാർട്ടിയായിരുന്നു. ഇതിനെക്കുറിച്ച് ഒരു വാക്കും അസംബ്ലിയിൽ പറഞ്ഞിട്ടില്ല. ഈ കടത്തിനെ കുറിച്ചോ വെൽഫെയർ സബോട്ടാജിനെ കുറിച്ചോ, പിന്നെ ഈ അവസാനം ഈ പ്രചരണം, ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളെ വിഡ്ഢിയാക്കാൻ നോക്കുന്ന ഈ ഇലക്ഷന് മുമ്പ് ഒരു തന്ത്രം, സെൻട്രൽ ഗവൺമെന്റ് ഇത് തരുന്നില്ല, അത് തന്നില്ല, അതുകൊണ്ടാണ് നാടിന്റെ സ്ഥിതി ഇങ്ങനത്തെ സ്ഥിതി. നാടിന്റെ സ്ഥിതി ശരിയല്ല എന്ന് അവരെന്നെ സമ്മതിക്കുന്നു. അതിന്റെ കാരണം 10 കൊല്ലം ഞാൻ ഒരു മടിയില്ലാണ്ട് പറയുന്നു, 10 കൊല്ലം ഇവിടെ നടന്ന കഴിവില്ലായ്മയും അഴിമതിയും കുറ്റകരമായ അനാസ്ഥയാണ്. ആ ഒരു ഭരണത്തിന്റെ മാറ്റാൻ സമയം ആയി. ഈ ഇലക്ഷനിൽ ജനങ്ങൾ അത് തീരുമാനിച്ച് ഈ ഭരണത്തിന് മാറ്റും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇത് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. ഓക്കെ ഏത് അല്ല നോക്കൂ,
സെൻട്രൽ ഗവൺമെന്റ് ഇതെല്ലാം ആലോചിച്ചിട്ട് ചെയ്യും. പ്രധാനമന്ത്രി വിഴിഞ്ഞത്തിൽ വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം, കേരളത്തിനെ ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബാക്കാൻ റെയിൽവേയും ഹൈവേ എക്സ്പാൻഷൻ നടക്കും. BJP NDA വന്നാൽ അത് ഞങ്ങൾ നടപ്പിലാക്കി തരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിൽ ഒരു സംശയമില്ല. അപ്പോൾ അവിടെ നമ്മുടെ ഈശ്വരൻ സാറാണ് ഇതെല്ലാം ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഈ ഒരു ഏരിയയിൽ, ഈ മേഖലയിൽ അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസും കഴിവും താല്പര്യമുള്ള വേറെ ആരുമില്ല. അപ്പോൾ നാടിന് വേണ്ടി ഒരു റെയിൽവേ സ്കീം ഉണ്ടാക്കുക അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഗുണം ചെയ്യുമെന്നാണ് ഞങ്ങൾക്കൊരു ഉറപ്പ്. അപ്പോൾ ഞങ്ങൾ ഒപ്പം ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് 100% വിശ്വാസമുണ്ട്. പക്ഷെ സംസ്ഥാന ഗവൺമെന്റിന് വിശ്വാസമില്ല. അത് 100% ഞാൻ പറഞ്ഞത്. ഇല്ല, അത് നടക്കട്ടെ. ഇത് ഡിസ്കഷൻ അല്ലേ, ഇപ്പൊ തുടങ്ങിയതല്ലേ, കേരളയിലല്ലോ. 10 കൊല്ലം കേരളിന്റെ ഒരു നാടകം നമ്മൾ കണ്ടതല്ലേ. ഇനിയിപ്പോ നമ്മൾ മനസ്സിലാക്കിയില്ലേ. നോക്കൂ, ഞാൻ കൃത്യമായി പറയുന്നത്, ഇത് പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടാണ്, BJP NDAന്റെ കാഴ്ചപ്പാടാണ്. വിഴിഞ്ഞം പോർട്ട് വന്ന ശേഷം കേരളത്തിന് കുറെ സാധ്യതകളുണ്ട്. ഇന്റർലാൻഡ് കണക്ടിവിറ്റിയും കേരളത്തിന് ഒരു മാനുഫാക്ചറിംഗ് ഹബ്ബാക്കാനും ഒരു ലോജിസ്റ്റിക് ഹബ്ബാക്കാൻ കുറെ സാധ്യതകളുണ്ട്. ആ സാധ്യത യാഥാർത്ഥ്യമാക്കാൻ 2 കാര്യങ്ങൾ എക്സ്പാൻഡ് ആവും, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. അത് ഒന്ന് ഹൈവേയും, രണ്ടാമത്തത് റെയിൽ, അഡീഷണൽ റെയിൽ കപ്പാസിറ്റി. അത് RRTS ആണോ മറ്റൊരു പേരാണോ അത് നമ്മൾ വരുന്ന കാലത്ത് തീരുമാനിക്കും. പക്ഷെ അത് കേരളയിലല്ല, അത് കേരളയിൽ നടക്കില്ല എന്ന് CPM എന്നെ സമ്മതിച്ചു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ല, അതല്ലേ, അത് ഞാൻ അതല്ലേ പറഞ്ഞു. ഈ 10 കൊല്ലം എന്താണ് നമുക്ക് ഇപ്പൊ മനസ്സിലാക്കിയത്? നാടിനിപ്പോ മുമ്പോട്ട് പോകാൻ ഒരു സാധ്യതയില്ല. ഇവിടെ ഒരു മാറ്റം വന്നില്ലെങ്കിൽ, ഇക്കണോമിക് മാനേജ്മെന്റിൽ മാറ്റം വന്നില്ലെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. 92% നമ്മൾ പലിശയും കടവും പെൻഷനും കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഡെവലപ്മെന്റ് കാശ് എവിടുന്നാ? പുതിയ തലമുറയ്ക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ? ഒരു സർക്കാരാണെങ്കിൽ, സംസ്ഥാന സർക്കാരാണെങ്കിൽ ഇന്നും വരാൻ പോകുന്ന കാലത്തിനെ കുറിച്ച് ആലോചിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാവണം, ഒരു ഇക്കണോമിക് സ്ട്രാറ്റജി ഉണ്ടാവണം. അതിനുവേണ്ടി കാശ് എവിടുന്ന് വരും? ഇതെല്ലാം ആലോചിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്യേണ്ടതല്ലേ? ഒരു സർക്കാരിന്റെ കടമയല്ലേ അത്? ഇവരതൊന്നും ചെയ്യാണ്ട് ഒരു കംപ്ലീറ്റ് ഫ്ലോപ്പ്, ഒരു പോൺജി സ്കീം കൊണ്ടുവന്ന് ഇപ്പൊ ചോദിക്കുമ്പോൾ ആദ്യം ആൾക്കാർ, സാധാരണക്കാർ ചോദിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് എന്റെ ക്ഷേമ പദ്ധതി, എന്റെ പെൻഷൻ 5 മാസം ഡിലേ ആവുന്നു ചോദിക്കുന്നുണ്ടല്ലോ. സാധാരണ ജീവനക്കാർ ചോദിക്കുന്നുണ്ടല്ലോ, എന്റെ സാലറി എന്താണ് 5 മാസം 3 മാസം കഴിഞ്ഞിട്ട് എത്തുന്നത് ചോദിക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഇത് ചോദിച്ച ചോദ്യം 100% കറക്റ്റാണ്. നമുക്ക് വികസനം വേണമെങ്കിൽ, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്, അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപം വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി, ആന്റി ഇൻവെസ്റ്റ്മെന്റ് ഐഡിയോളജി, ആന്റി ഓൺട്രപ്രണർ ഐഡിയോളജി നമ്മളെ ബാധിക്കും. ഇതിനെ മാറ്റിയേ പറ്റൂ. അതുകൊണ്ടാണ് BJP NDAക്ക് മാത്രം ഇത് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് പറയാൻ ഒരു മടിയില്ല. ഇത് കോൺഗ്രസിനും ചെയ്യാൻ പറ്റില്ല. കാരണം കോൺഗ്രസിന് നല്ലൊരു എക്കോണമി കൊടുത്തതാണ് 23 കർണാടകയിൽ. അവരെന്താണ് ചെയ്യുന്നത് അവിടെ? 10 കൊല്ലം ഭരിച്ചത് കോൺഗ്രസ് അല്ലേ ഇന്ത്യനെ? എന്ത് ചെയ്തു? അപ്പോ ഇത് ഞങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റി ക്വാളിഫിക്കേഷനാണ്. ഇക്കണോമിക് മാനേജ്മെന്റ് ദുർബലമായ ഇക്കോണമിയെ മാറ്റി ശക്തമായ ഇക്കോണമി ആക്കാൻ BJP NDAക്ക് മാത്രമേ കഴിയുള്ളൂ. അത് നരേന്ദ്രമോദിജി കാണിച്ചു തന്നതാണ് കഴിഞ്ഞ 11 കൊല്ലം. അല്ല, എവിടെ അല്ല, വിഴിഞ്ഞത്തിന് കാശ് കൊടുത്തല്ലോ കേന്ദ്ര സർക്കാർ. നാഷണൽ ഹൈവേ എത്ര ലക്ഷം കോടിയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? അല്ല, നോക്കൂ, ഒരു മിനിറ്റ്.
ഒരു സംസ്ഥാനത്തിന്റെ ജനങ്ങളെ സേവിക്കണം ആരാണ് പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം? സംസ്ഥാന സർക്കാരിന്റെ അല്ല. ഞാൻ ഉത്തരം തരില്ല. അല്ല നോക്കൂ, നിങ്ങൾ ഒരു സംസ്ഥാന സർക്കാർ മിസ്മാനേജ് ചെയ്യുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് അങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ല. നിങ്ങൾ മിസ്മാനേജ് ചെയ്തോളൂ, ഞങ്ങൾ കാശ് തരാം. അങ്ങനെ ഒരു ഉത്തരവാദിത്വമോ ഒരു കടമ എവിടെ എഴുതിയിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്താൽ സെൻട്രൽ ഗവൺമെന്റ് നിങ്ങൾ സഹായിക്കും, പിന്തുണ തരും. അത് നരേന്ദ്രമോദിജി എത്രയോ സംസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് സർക്കാർ. പക്ഷെ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഇവിടുത്തെ ഇക്കോണമിയെ തകർത്തു വെച്ച സ്ഥിതിയല്ലേ. ഇവിടെ ആർക്കെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ ഇന്ന് ധൈര്യമുണ്ടോ? കഴിഞ്ഞ 10 കൊല്ലം നടന്നില്ലല്ലോ. എന്തുകൊണ്ട് നടന്നില്ല? ഇൻവെസ്റ്റ്മെന്റ് വന്നില്ലെങ്കിൽ, ഞാൻ ബഹുമാനത്തോട് എല്ലാവരും പറയാം, ഞാൻ വലിയൊരു പണ്ഡിറ്റല്ല, ഞാൻ എന്നും പറയാം, സാമാന്യ ബുദ്ധി. നിക്ഷേപം വന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാവുക? ഇക്കണോമിക് ആക്ടിവിറ്റി വഴിയല്ലേ തൊഴിലവസരങ്ങളെല്ലാം സൃഷ്ടിക്കുക. ഇതൊന്നും നടക്കില്ല, ഇതൊന്നും ചെയ്യില്ല. 92% ബഡ്ജറ്റിന്റെ റവന്യൂ പോകുന്നത് ഡെറ്റ് സർവീസും ക്ഷേമ പദ്ധതിക്കാണ്. പിന്നെ എങ്ങനെയാണ്? പിന്നെ VGF അങ്ങനെ സംസ്ഥാന സർക്കാരിന് അത്ര ഒരു കഴിവും ധൈര്യവും കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എന്തിനാണ് VGF ചോദിക്കുന്നത്? വിഴിഞ്ഞം ആരെയാണ് ഗുണം ചെയ്യാൻ പോകുന്നത്? വിഴിഞ്ഞം പോർട്ട് ചെയ്യുന്നത് ഗുണം ആർക്കാണ്? കേരളത്തിനല്ലേ? കേരളത്തിന്റെ യുവാക്കൾക്കല്ലേ? കേരളത്തിന്റെ ബിസിനസ്സിനല്ലേ? അപ്പോ അവരല്ലേ അതിന് പിന്തുണ കൊടുക്കേണ്ടത്? 100%. അത് ചെയ്യാണ്ട് സെൻട്രൽ ഗവൺമെന്റ് സഹായവും വേണം. പിന്നെ സഹായം തന്നതിന് അതിന്റെ സ്ട്രക്ചറും തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മുഖ്യമന്ത്രിയാണോ? അതൊന്നും നടക്കില്ല. അത് നോക്കി, ഇതൊരു പ്രചരണമല്ല, ഇങ്ങനെ പറഞ്ഞു നടക്കട്ടെ. അതിങ്ങനെ ഈ ഇലക്ഷനിൽ ജനങ്ങൾ തീരുമാനിക്കും. ഇത് 10 കൊല്ലം ഒരേ ഒരു സ്റ്റക്ക് റെക്കോർഡ് പോലെ ഇവിടുന്ന് കിട്ടുന്നില്ല. പിന്നെ ഞാൻ സത്യം ഇപ്പൊ കാണിച്ചു തന്നല്ലോ. 22 ലക്ഷം കോടി എവിടെ പോയി? 10 കൊല്ലം 22 ലക്ഷം കോടിയാണ് ചെലവാക്കിയിരിക്കുന്നത് ജനങ്ങളുടെ പേരില്. ഇന്ന് പിന്നെ എന്തിനാണ് തൊഴിലില്ലാത്ത ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ സ്റ്റേറ്റ്, ഏറ്റവും കൂടുതൽ വിലക്കയറ്റം എന്തുകൊണ്ടാണ് ഈ സ്റ്റേറ്റിൽ? അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണോ? പിന്നെ എന്തിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നത്? ഞാനതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഫാക്ട്, വസ്തുത പറയുമ്പോൾ നിങ്ങൾ അതിനെ ട്വിസ്റ്റ് ചെയ്യല്ലേ. ഇതാണ് വസ്തുത എന്ന് പറഞ്ഞാൽ ഇത് ഫിക്സ്ഡ് കമ്മിറ്റ്മെന്റ്. പെൻഷൻ പ്ലസ് ഡെറ്റ് സർവീസ് 92%. പിന്നെ ബാക്കിയുള്ളത് എന്താ? 8%. പിന്നെ എങ്ങനെയാണ് വികസനം കൊണ്ടുവരാൻ പോകുന്നത്? അതെന്റെ ഒരു ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സാധാരണ കുറച്ചെല്ലാം പഠിച്ച ഒരാളാണ്. ഇതിലൊരു മാജിക് ഉണ്ടെങ്കിൽ ബാലഗോപാൽജി അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിജി പറയാം. 10 കൊല്ലം നടന്നിട്ടില്ല, ഇനി 11ാമത്തെ കൊല്ലം നടക്കുകയാണെങ്കിൽ അതും നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ. അത് ഫാക്റ്റാണ്, വസ്തുതയാണ് ഞാൻ പറഞ്ഞത്. അതെല്ലാം സുപ്രീം കോടതിയിൽ പറയാൻ അവർക്ക് ഒരു അവസരം കിട്ടിയല്ലോ. അവിടെ പറഞ്ഞല്ലോ. എന്നിട്ട് എന്താണ് സുപ്രീം കോടതി പറഞ്ഞത്? എന്തെങ്കിലും കിട്ടിയോ? ഇതെല്ലാം നോക്കൂ. CPM-ഉം കോൺഗ്രസ് തമ്മിൽ നല്ലൊരു അന്തർധാര ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ ഞാൻ ടേബിൾ ചെയ്യുന്നു, നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മൾ രണ്ടാളും ഇരുന്നിട്ട് സെൻട്രൽ ഗവൺമെന്റിന് പരാതി പറയുന്നു. ഓക്കെ, പറയട്ടെ. പക്ഷെ സത്യം ഇതാണ്, വസ്തുത ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നു. നിങ്ങൾ തീരുമാനിച്ചോളൂ. നിങ്ങളെ പ്രേക്ഷകർ നിങ്ങൾ TV-യിലും ന്യൂസ് പേപ്പറെല്ലാം വായിച്ച് തീരുമാനിക്കട്ടെ. നോക്കൂ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എല്ലാം ഇവര് ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഇക്കോണമി അവർ ചെയ്യുന്നത്, ഇക്കണോമിക് മാനേജ്മെന്റ് 100% ഹോപ്പ്ലെസ് ആണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനിയിപ്പോ എക്സ്ട്രീം പോവർട്ടിന്ന് അവര് കേന്ദ്ര പദ്ധതികൾ നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു. ഓക്കെ,
ചില പദ്ധതികൾ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ പകുതി അതിന്റെ റെസ്പോൺസിബിലിറ്റി കേന്ദ്ര സർക്കാരിന്റെ ആ മിനിസ്ട്രി, അതിന്റെ ഓവർസൈറ്റ്. അങ്ങനെ ഞാൻ എന്റെ നാട്ടിനെ കുറിച്ച് എല്ലാം തെറ്റാണെന്നോ എല്ലാം ഇവിടെ നടക്കുന്നത് കൃത്യമായി ഫോൾസ് ആണെന്നോ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇവര് വാഗ്ദാനം കൊടുത്തത് എന്താണ് ഇലക്ഷൻ സമയത്ത്, എല്ലാം ശരിയാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ, രണ്ട് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം, സാധാരണക്കാരനെ ബാധിക്കുന്നത് വിലക്കയറ്റം, മറ്റ് കുട്ടികൾ ബാധിക്കുന്നത് തൊഴിൽ. ഇത് രണ്ടിലും അവർ 0 ഔട്ട് ഓഫ് 100 ആണ്. 0 ഔട്ട് ഓഫ് 100 അല്ല, 0 ഔട്ട് ഓഫ് 1000 ആണ്. അതിൽ പറയാൻ എനിക്ക് ഒരു മടിയില്ല, 100% കോൺഫിഡൻസ്. ശരി, നമസ്കാരം. അത് നല്ല ചോദ്യം. ഇത് എനിക്ക് പൊളിക്കണം. താങ്ക് യു, ചോദിച്ചില്ല, വെള്ള താങ്ക് യു. നോക്കേ, അല്ല ഈ പ്രചരണത്തിന് പൊളിക്കണം. ഈ കടം വാങ്ങുന്നത് എന്തിനാണ്? ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഒരു ആസറ്റ് ഉണ്ടാക്കി ആ സംസ്ഥാനത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് കടം വാങ്ങുന്നത്. സംസ്ഥാന ഗവൺമെന്റ് കടം വാങ്ങുന്നത് എന്തിനാണ്? അത് ഞാൻ ചോദിക്കുന്നു. 22 ലക്ഷം കോടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് എന്താണ് അവർ സൃഷ്ടിച്ചത്? സെൻട്രൽ ഗവൺമെന്റ് കടം വാങ്ങിച്ചു, അവരെ കടം കൂടുതലായി. എവിടെയായിരുന്നു ഇന്ത്യന്റെ ഇക്കോണമി 2014? ദുർബലമായ 5ാമത്തെ ഇക്കോണമി. ഇന്ന് എവിടെയാണ്? ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി ആയിട്ട് മാറിയ കൺട്രിയാണ്. കാരണം ആ കടം വാങ്ങിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. കടം വാങ്ങിച്ചിട്ട് കീശയിലിടല്ല, സഖാവന്മാർക്ക് പെൻഷൻ കൊടുക്കാനല്ല. അതാണ് വ്യത്യാസം. അല്ലല്ല, സഖാവന്മാർക്ക് പെൻഷൻ അല്ല അവിടെ. അതെ. അപ്പോ അഴിമതി അതിനല്ല, കടം നാടിനെ നന്നാക്കാനും നാടിന്റെ സാധ്യത യാഥാർത്ഥ്യമാക്കാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന കടമാവണം. ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, BJP NDA സർക്കാരിലുണ്ടെങ്കിൽ, അത് എവിടെ നോക്കിയാലും, UP യിലുണ്ടെങ്കിലും എവിടെ നോക്കിയാലും കടമെടുക്കും, നോ ഇഷ്യൂ. പക്ഷെ കടം എടുത്തിട്ട് എന്താ ചെയ്യുന്നത്? ഡേറ്റാ സെന്റർ ഉണ്ടാക്കുന്നു, ഹൈവേസ് ഉണ്ടാക്കുന്നു, അങ്ങനെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഒരു കാര്യം ഒന്ന് പറഞ്ഞത്, ഈ 22 ലക്ഷം കോടി ചെലവാക്കി 10 കൊല്ലം കഴിഞ്ഞിട്ട് എന്താണ് ഈ സർക്കാർ ചെയ്തു തന്നിരിക്കുന്നത്? ഒന്ന് പറയും. അല്ല, തൊഴിലും വിലക്കയറ്റം ഡിപ്പാർട്ട്മെന്റിൽ അവര് എന്ത് ചെയ്തു? പറയൂ. ഒന്നും ചെയ്തിട്ടില്ല. കടം എടുക്കുന്നത് ഒരു തെറ്റൊന്നല്ല. കടം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതാണ്, അതാണ് കഴിവ് അല്ലെങ്കിൽ കഴിവില്ലായ്മ. അതാണ് താല്പര്യം, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒബ്ജക്റ്റ്. ഇവരെ കടം വാങ്ങിച്ചിട്ട്, കർണാടകയിലും കടം വാങ്ങുന്നുണ്ടല്ലോ. കടം വാങ്ങിച്ചിട്ട് ആര് കീശയിലാണ് പോകുന്നത്? DK ശിവകുമാറിന്റെ കീശയിലാണ് പോകുന്നത്. അതല്ല കടം വാങ്ങിച്ചിട്ട് ചെയ്യേണ്ടത്. ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാം, ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കണം, ജനങ്ങളുടെ വിലക്കയറ്റം പരിഹരിക്കണം. ഇതാണ് കടമെടുത്ത് ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ ഒരു കടമ. ഓക്കെ. ഞാൻ രണ്ട് ജനങ്ങളോട് കമന്റ്സിൽ ഞാൻ അങ്ങനെ റിപ്ലൈ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഒന്ന് രാഹുൽ ഗാന്ധി, കാരണം എന്താ പറയുന്നത്, എന്തിനു വേണ്ടി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഇദ്ദേഹം തന്നെ അങ്ങനെ ഒരു വ്യക്തിയാണ്. എന്റെ മലയാളം, എന്റെ മുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു, എന്ത് ഭാഷയിൽ സംസാരിക്കുന്നു, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയട്ടെ. അദ്ദേഹത്തിന്റെ ആലോചന, അദ്ദേഹത്തിന്റെ ചിന്ത അദ്ദേഹത്തിന് ഞാൻ സമർപ്പിക്കുന്നു. അല്ല, ഞാൻ കാണുന്നത് ഒരു സാമാന്യ ബുദ്ധിയോട് ഞാൻ പറയാം. 10 കൊല്ലം ഭരിച്ച LDF എങ്ങനെയാണ് 3ാം തവണ ജനങ്ങൾ അവരെ സർക്കാരിൽ കൊണ്ടുവരാൻ പോകുന്നത്? ഒന്ന് ആലോചിക്കും. ഈ ഒരു ട്രാക്ക് റെക്കോർഡ് കഴിഞ്ഞ് 10 കൊല്ലം നാടിനെ നശിപ്പിച്ച LDF ആരെങ്കിലും വോട്ട് കൊടുത്തിട്ട് ഭരിക്കാൻ ഒരു അവസരം കൊടുക്കുമോ ഇനി? അല്ല, 10 കൊല്ലം ഭരിച്ച കോൺഗ്രസിന് ഇന്ത്യക്കാർ കൊടുത്തിട്ടില്ലല്ലോ. 2004 മുതൽ 14
ജനങ്ങളെ ആണെന്ന് വിചാരിക്കരുത്. ഈ ഇലക്ഷൻ വരാൻ പോകുന്നത് ശരിക്കും കോമൺ സെൻസ് അല്ല, സാമാന്യ ബുദ്ധിയോട് നിങ്ങൾ അനലൈസ്. നിങ്ങൾ പൊളിറ്റിക്കൽ എക്സ്പെർട്ട് ആയിരിക്കും, ഞാനല്ല. പക്ഷെ സാമാന്യ ബുദ്ധിയോട് നോക്കിയാൽ ഇത് ജനങ്ങളുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസാണ്. ഒന്ന് UDF ഉം കോൺഗ്രസും മുസ്ലിം ലീഗും ജമാത്തും, മറുവശത്ത് BJP NDA 2020 BDJS. ഇത് ജനങ്ങൾ തീരുമാനിക്കും. താങ്ക് യു.